നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. എന്നാൽ മാത്രമല്ലേ നമ്മളെ ചാനൽ ഗ്രോത്ത് ആവുള്ളൂ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മളെ കാണുന്നത് നമ്മളെ ചെക്കനാണെങ്കിൽ പെണ്ണിനോട് ചോദിക്കും, ഇന്നലെ രാത്രി നമ്മൾ രണ്ടാളും ഒപ്പരല്ലേ ഉണ്ടായത്, ഞാൻ എന്നാ നിന്നോട് ചോദിച്ചെന്ന് ചോദിക്കുക. അതേ ടൈം അവളാണെങ്കിൽ പറയൂ, നീ എൻ്റെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ലല്ലോ എന്നായിരിക്കും പറയുന്നുണ്ടാവുക. അതേ ടൈം അവനാണെങ്കിൽ പറയും, ശരിക്കോ നീ എന്നെ ഇന്നലെ വീട്ടിലാക്കിയിട്ടില്ലെന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും, ആക്കിയെന്നെ, പക്ഷെങ്കിൽ നിന്നെ ഞാൻ നിന്റെ ഡോറിൻ്റെ അടുത്ത് ആക്കിയിട്ട് അവിടുന്ന് പോകുകയോ ചെയ്തതെന്ന് പറയേ. നമ്മളെ പെണ്ണിൻ്റെ മനസ്സിൽ കള്ളം പറയുന്നതിൽ നല്ല കുറ്റബോധം ഉണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ സത്യം പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നാണക്കേട് വരണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും മൂപ്പർ സത്യം പറയാണ്ട് നിൽക്കുന്നുണ്ടാവുക. അവനാണെങ്കിൽ ഒരിക്കൽ ആലോചിച്ചിട്ട്, അങ്ങനെയാണോ എന്ന് ആലോചിച്ചിട്ട് അവളോട് നാളെ ഇങ്ങനെ വീക്കെൻഡല്ലേ നമുക്ക് രണ്ടാക്കും പുറത്ത് പോകാമെന്ന് പറയൂ. അങ്ങനെ നമ്മളെ കാണുന്നത് നമ്മളെ ചെക്കനും പെണ്ണും കൂടിയിട്ട് അവളെ കോളേജിലൂടെ നടക്കുന്ന. അതേ ടൈം എല്ലാവരും അവരെ തന്നെ നോക്കുന്നുണ്ടാവുമായിരിക്കും. അവരെയല്ല നമ്മളെ ചെക്കന. ഇവരെ നാട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു ഹാൻഡ്സം ആയിട്ടുള്ള ചെക്കനെ കണ്ടിട്ടുണ്ടെങ്കിൽ പെമ്പിളർ ഒന്നും വിടൂല. അതുപോലെ തന്നെ നമ്മളെ ചെക്കൻ്റെ പിന്നാലെ തന്നെ എല്ലാ പെമ്പിളറും വരുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ ഭയങ്കര അൺകംഫർട്ട് ഫീൽ ആയിരിക്കും. അവൻ അത് ചോദിക്കുന്ന ടൈം അവൾ വേറൊന്നും പറയുന്നുണ്ടാവില്ല. എന്നിട്ട് അവനാണെങ്കിൽ പറയൂ, നിനക്കാണെങ്കിൽ ഈ ഒരു ക്ലാസ്സും കൂടി കഴിയുന്ന ടൈം ഉറപ്പായിട്ട് മാത്സിൽ 100ന് മേലെയുള്ള മാർക്ക് കിട്ടും, അതിൻ്റെ വാക്കാണെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് നടന്നു പോകുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണിനെ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ ആണെങ്കിൽ അവളെ മുന്നിൽ പെടുന്നുണ്ടാവുക. ഇവളാണെങ്കിൽ നമ്മളെ ചെക്കൻ്റെ മറവിൽ ഇതുപോലെ നടന്നിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷെങ്കിൽ നമ്മളെ ടീച്ചർ എന്ന് വെച്ചാൽ ടീച്ചർ ആണെങ്കിൽ അവളെ കൈയോടെ പോക്കുന്നുണ്ടാവും. ടീച്ചറാണെങ്കിൽ ഇവളെ കണ്ടപാട് തന്നെ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവും. ഒരിക്കൽ തരം താഴ്ത്തുവാന്ന് വെച്ചാൽ അമ്മാതിരി തരം താഴ്ത്തലായിരിക്കും. നമ്മളെ പെണ്ണിനാണെങ്കിൽ ഗൂവിന്റെ മുന്നിലത്തെ എല്ലാ ഇമേജും പോയിട്ടുണ്ടാവും. ഒരിക്കൽ ടീച്ചർ പറയുന്നതിനൊക്കെ നമ്മളെ ഗൂം തലയാട്ടുന്നുണ്ടാവുമായിരിക്കും. അവനും കൂടി ഇങ്ങനെ തലയാട്ടുന്ന കാണുന്ന ടൈം നമ്മളെ പെണ്ണിന്റെ മാനസികാവസ്ഥ ഞാൻ പറയണ്ടല്ലോ. അപ്പൊ നമ്മളെ ഗൂവിനാണെങ്കിൽ സങ്കടം തോന്നിയിട്ട് ടീച്ചറോട് പറയും, ടീച്ചറെ എനിക്ക് ടീച്ചറോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയേ. അപ്പൊ ടീച്ചറാണെങ്കിൽ ചോദിക്കും, നീ ആരാന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ ഫാമിലി ആണെന്നാണേ പറയുക. അപ്പൊ ടീച്ചറാണെങ്കിൽ പറയും, അവളെ അങ്കിൾ ആയിരിക്കുമല്ലേ എന്ന് പറയൂ. നമ്മളെ ചെക്കൻ്റെ ഇമേജും അവിടുന്ന് പോകുന്നുണ്ടാവുമായിരിക്കും. അവനും സങ്കടാവുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ പറയും, ഞാൻ ഇങ്ങനെ അങ്കിളൊന്നുമല്ല, അവന്റെ ഫാമിലി ആണെന്ന് പറയേ. ഇവക്കാണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ടായിരിക്കും. കാരണം ടീച്ചറും ഇവനും കൂടിയിട്ടാണെങ്കിൽ അവളെ എന്തെങ്കിലും കുറ്റം പറയുന്നതാണോ അല്ലെങ്കിൽ എൻ്റെ മണ്ടത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണോ അങ്ങനത്തെ ഒരു തിങ്ക് ആയിരിക്കും. പക്ഷേ നമ്മളെ ചെക്കൻ്റെ ഉദ്ദേശം എന്തായിരിക്കും, നമ്മളെ പെണ്ണിന് മാത്സിൽ മാർക്ക് കുറഞ്ഞിട്ടില്ലേ, ആ ഒരു മാർക്ക് കുറഞ്ഞത് ഇങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പ്രണയമുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കും. നമ്മളെ ചെക്കൻ്റെ ഉദ്ദേശം ഇവളെ പഠിപ്പല്ല, ഇവൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലേന്ന് അറിയലായിരിക്കും. എല്ലാം കേൾക്കുന്ന ടൈം ടീച്ചർ ആണെങ്കിൽ പറയും, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെങ്കിൽ അവൾക്ക് വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു ചെക്കനുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്ന് പറയേ. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ചോദിക്കും, ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുന്ന ടൈം ടീച്ചർ ആണെങ്കിൽ പറയും, അതെനിക്കറിയില്ല, അത് നീ അവളോട് തന്നെ ചോദിച്ചോന്നു എന്ന് പറയൂ. ഇതേ ടൈം നമ്മളെ പെണ്ണിന് ഇവരെന്നാ സംസാരിക്കുന്നതെന്ന് അറിയാത്തൊരു കൺഫ്യൂഷൻ. നമ്മളെ ചെക്കനാണെങ്കിലും നമ്മളെ പെണ്ണ് കൈവിട്ട് പോകുമോ എന്നുള്ളൊരു പേടിയായിരിക്കും ഉണ്ടാവുക. ഗു ആണെങ്കിൽ അവളെയും കൂട്ടിയിട്ട് അവളെ ക്ലാസ് റൂമിലേക്ക് പോകുന്നുണ്ടാവും. ക്ലാസ്സിൽ എത്തിയപാട് അവളാണെങ്കിൽ ടീച്ചർ എന്നെ കൊണ്ട് പറഞ്ഞതെന്ന് ചോദിക്കുക. അതിൻ്റെ അവനാണെങ്കിൽ പറയൂ, ടീച്ചർ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ടീച്ചർ നിന്റെ മാർക്കിന്റെ ഇമ്പ്രൂവ്മെന്റിനെ കുറിച്ചിട്ടും നിനക്ക് എന്തുകൊണ്ടാണ് മാർക്ക് കിട്ടാത്തതിനെ കുറിച്ചിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയേ. അവനാണെങ്കിൽ പറയും, നിനക്ക് വേറെ ഒന്നിലാന്ന് കോൺസെൻട്രേഷൻ ഉള്ളത്, അതുകൊണ്ടാണ് നിനക്ക് പഠിപ്പിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തതെന്നാ ടീച്ചർ പറഞ്ഞതെന്ന് പറയുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ, ഓ മൈ ഗോഡ്, ഞാൻ ഇങ്ങനെ ലൈവ് സ്ട്രീമിങ് ചെയ്യുന്ന കാര്യം ടീച്ചർ അറിഞ്ഞിട്ട് ടീച്ചർ ഗൂനോട് പറഞ്ഞിട്ടുണ്ടാവോ, ഇനി ഗു എന്ന് എന്നെ കൊണ്ട് വിചാരിക്കുമെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന അതേ ടൈം ആയിരിക്കും ഗു ആണെങ്കിൽ പറയുന്നുണ്ടാവുക, നിനക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, എനിക്ക് ആരെങ്കിലും ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. അതേ ടൈം അവളാണെങ്കിൽ പറയൂ, എനിക്കങ്ങനെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല, ഞാൻ ആരുമായിട്ടും ഡേറ്റ് ചെയ്യുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് മൂപ്പർക്ക് സന്തോഷമാകും. കാരണം എന്തുകൊണ്ടാണ്, അവളാണെങ്കിൽ സ്ട്രീമിങ് ചെയ്യുന്ന കാര്യം ഇവൻ അറിഞ്ഞിട്ടില്ല എന്നത് വിചാരിച്ചിട്ടായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ പറയും, എനിക്കാണെങ്കിൽ ഡേറ്റ് ചെയ്യാനൊന്നും സമയമില്ല, പകല് മൊത്തം നിങ്ങളെ കമ്പനിയിലെ വർക്ക് പിന്നെ പഠിക്കണം, അതിൻ്റെ അടുത്ത് എനിക്ക് ഡേറ്റിങ്ങേ ചെയ്യാൻ ടൈമില്ല എന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ ഗൂനും ഭയങ്കര ഹാപ്പി ആകും. അവനാണെങ്കിൽ അവക്ക് വേണ്ടിയിട്ട് ഒരു എക്സാം ഇടുന്നുണ്ടാവുക. ആ ഒരു എക്സാമിന്റെ റിസൾട്ട് അവൻ തന്നെയായിരിക്കും നോക്കുന്നുണ്ടാവുക. അവളാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവുക. അവളാണെങ്കിൽ ചോദിക്കും, എനിക്കിങ്ങനെ 100 മാർക്ക് കിട്ടുക, ഞാൻ ഇങ്ങനെ പാസ്സാകുക, അങ്ങനെ ഇങ്ങനെ 100 ചോദ്യങ്ങൾ ചോദിക്കുക. ഇവനാണെങ്കിൽ മാർക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പെണ്ണിന്റെ കൈമിൽ പേപ്പർ കൊടുക്കുന്നേരം അവക്കാണെങ്കിൽ 101 മാർക്ക് ഉണ്ടാവുക. അവക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അവന്റെ കൈ ഇതുപോലെ പിടിച്ചിട്ടായിരിക്കും അവളിങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടാവുക. അപ്പൊ അവനാണെങ്കിൽ ചോദിക്കും, നിനക്ക്
നിനക്കിങ്ങനെ 101 മാർക്ക് കിട്ടിയതല്ലേ, നീ എങ്ങനെ എന്നോട് താങ്ക്സ് പറയാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന നേരം അവളാണെങ്കിൽ ആലോചിക്ക്, ഇതേ ടൈം അവനൊരു ഫോൺ വന്നിട്ട് അവൻ അവിടുന്ന് എണീച്ചിട്ട് പോകുന്നുണ്ട്. അവനോട് രാത്രി ആരോ ഒരാൾ എന്തോ ഒരു പരിപാടിയൊക്കെ പറയുന്നതായിരിക്കും. അവനാണെങ്കിൽ പറയും എനിക്കിങ്ങനെ ഒരു വർക്ക് ഉണ്ട് അതുകൊണ്ട് വരാൻ പറ്റൂല എന്നൊന്ന് പറയും. ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവൻ്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ പറയും എനിക്ക് ഫസ്റ്റ് ടൈമാണ് 101 മാർക്ക് കിട്ടുന്നത്, നിന്റെ മിഷൻ കംപ്ലീറ്റ് ആയി, അതുകൊണ്ട് ഇന്ന് തൊട്ടിട്ട് നീ ഫ്രീ ആണ്, ഇനി മുതൽ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ടേ, ഇനി ആകെ 3 ദിവസമല്ലേ ഉള്ളൂ എന്ന് പറയേ. ഇത് കേൾക്കുന്ന ടൈം നമ്മളെ ഗൂനാണെങ്കിൽ സങ്കടമാവുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം നമ്മളെ പാൻ പെണ്ണില്ലേ, അവളാണെങ്കിൽ പുറത്ത് നിന്നിട്ട് നോക്കുന്നുണ്ടായിരിക്കും. അവൾ അതിലോട്ട് നടന്നു വരുന്ന ടൈം കണ്ടതായിരിക്കും. ഡേ ഇങ്ങനെ പറയുന്ന ടൈം ഗു ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ നിന്നെ പഠിപ്പിച്ചോളൂ എന്ന് പറയുന്ന ടൈം ഡേ ആണെങ്കിൽ വേണ്ട കുഴപ്പമില്ല, എനിക്കിങ്ങനെ പാസ്സായാലും മാത്രം മതി എന്ന് പറയേ. അതേ ടൈം ഗൂനാണെങ്കിൽ ഇവക്ക് ഇവന്റെ മേലെ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു തിങ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സങ്കടത്തിൽ അവൻ ഇവളെ തന്നെ നോക്കുന്നുണ്ടായിരിക്കും. ഇവക്കാണെങ്കിൽ ഇവനെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ടൈം എന്തോ ഒരു മാതിരി ആവുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആയിരിക്കും ഒരു പെണ്ണാണെങ്കിൽ നമ്മളെ ഗൂനെ ഇംപ്രസ് ചെയ്യിപ്പിക്കേണ്ടിട്ട് അവന്റെ മുന്നിലേക്ക് വരുന്നുണ്ടാവുക. എന്നിട്ട് അവളാണെങ്കിൽ അവളെ പരിചയപ്പെടുത്തുക. പക്ഷേ നമ്മളെ ഗു ആണെങ്കിൽ അവളെ മൈൻഡ് വരെ ആക്കുന്നുണ്ടാവില്ല. ഗു ആണെങ്കിൽ ഇപ്പോ നമ്മളെ ഡേനെ തന്നെ നോക്കി നിൽക്കുന്നതായിരിക്കും. ആണെങ്കിൽ എന്തെല്ലോ പറഞ്ഞു ഓടി നിൽക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ഡേനോട് എവിടെയല്ലോ പോകാന്ന് പറയുന്ന ടൈം ഡേ ആണെങ്കിൽ ഞാൻ കുറച്ച് തിരക്കാന്നൊന്നും പറയുന്ന അതേ ടൈം ആയിരിക്കും നമ്മളെ ഫ്രണ്ട് ചെക്കനിലെ അവൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മളെ പെണ്ണിനോട് എന്തോ ഒരു കാര്യം പറയാൻ പോകുന്നുണ്ടാവുക. അതായത് ആ ഒരു നൈറ്റിലത്തെ പ്രോഗ്രാമിനെ കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു ഫ്രണ്ടിന്റെ കൈയും പിടിച്ചിട്ട് പോകുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മളെ ഗു ആണെങ്കിൽ നീ പോകുന്നാണോ എന്ന് ചോദിക്കുന്ന ടൈം ഈ ഒരു ഫ്രണ്ട് ആയിരിക്കും മറുപടി പറയുന്നുണ്ടാവുക. അവനാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ഡേന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അതുകൊണ്ട് അവളെ കൊണ്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നീ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. അത് മാത്രമല്ല ഇനി മുതൽ നീ അവളെ മാത്സ് പഠിപ്പിക്കേണ്ട ഒരാവശ്യമില്ല, എനിക്ക് അവളെ മാത്സ് പഠിപ്പിക്കാൻ അറിയാമെന്ന് പറയേ. ഇതെല്ലാം കേൾക്കുന്നേരം നമ്മളെ ഗൂന് ഭയങ്കര സങ്കടകം. ഓൾറെഡി ഈ ഒരു ഫ്രണ്ടിന് നമ്മളെ ഡേന് ഇഷ്ടം എന്നായിരിക്കും ഗൂന്റെ വിചാരം. അപ്പൊ ഈ ഒരു സിറ്റുവേഷനും കൂടി കാണുമ്പോൾ നമ്മളെ ഗൂന്റെ മാനസികാവസ്ഥ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നമ്മളെ ഫ്രണ്ട് പെണ്ണും കൂടിയിട്ട് നടന്നു പോകുന്ന ടൈം ഫ്രണ്ട് ആണെങ്കിൽ ആ ഒരു ക്യൂട്ട് മാങ്ങ ഇവക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നില്ല, ആ ഒരു കാര്യം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. പക്ഷേ നമ്മളെ പെണ്ണ് ഭയങ്കര മൂഡ് ഓഫിലായിരിക്കും. ഇവൻ പറയുന്ന ഒന്നും കേൾക്കുന്നുണ്ടാവില്ല. എന്നിട്ട് നമ്മളെ ഫ്രണ്ട് ആണെങ്കിൽ പറയും ആ ഒരു ക്യൂട്ട് മാങ്ങ ആണെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് പണിഷ്മെന്റ് തരും, നിന്റെ കാര്യമാണെങ്കിൽ നിന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിരിക്കും. ഇപ്പൊ തന്നെ നീ ലൈവ് ചെയ്യുന്നത് നിന്റെ അമ്മക്ക് അറിയില്ല, അപ്പൊ നിനക്ക് മാർക്കും കൂടി കുറഞ്ഞ് ഈ ഒരു ലൈവിന്റെയും കൂടി കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണ്ടല്ലോ എന്നൊന്ന് പറയേ. ഇതെല്ലാം കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണ് ഭയങ്കര സങ്കടത്തിലായിരിക്കും. അപ്പൊ ഫ്രണ്ട് ആണെങ്കിൽ ചോദിക്കും നീ ഇങ്ങനെ ഗൂനെ കൊണ്ടാന്ന് സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുന്ന ടൈം ഇവളാണെങ്കിൽ ഒന്നും പറയൂലേ. ഇവളാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇവനോട് ചോദിക്കും നീ എൻ്റെ ഫ്രണ്ട് അല്ലേ, നിനക്ക് ഞാനൊരു ലവ് ഷീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നീ എത്ര മാർക്കായി എനിക്ക് തരുമോ എന്ന് ചോദിക്കുക. അതേ ടൈം അവനാണെങ്കിൽ ചോദിക്കും ഞാൻ ഇങ്ങനെ സത്യം പറയണോ ശരി പറയണോ എന്ന് ചോദിക്കും. സത്യം ശരിയെന്നെ സത്യം പറയണോ കള്ളം പറയണോ എന്ന് ചോദിക്കുക. അതേ ടൈം അവളാണെങ്കിൽ പറയും എനിക്കറിയാം ആർക്കും എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അത് അവിടുന്ന് ഓടിപ്പോകുന്നുണ്ടാവുമായിരിക്കും. പാൻ പെണ്ണാണെങ്കിൽ നമ്മളെ ഗൂന്റെ പിന്നാലെ തന്നെ പോയിട്ടാണെങ്കിൽ പറയും നിങ്ങളിങ്ങനെ പോകുന്നാണോ, നിങ്ങൾ ഒരിക്കൽ എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെ ഇറക്കി തരുമോ എന്ന് ചോദിക്കുക. പക്ഷെങ്കിൽ ഗു ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു പെണ്ണ് സംസാരിക്കുന്നുണ്ടെന്ന് വരെ മൈൻഡ് ആക്കാണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. ടൈം നമ്മളെ ഡേ പെണ്ണാണെങ്കിൽ അവക്ക് 36 മാർക്കേ ഗു കൊടുത്തിട്ടുള്ളൂ എന്നുള്ള കാര്യം നമ്മളെ ചെക്കനോട് പറയാം. ഫ്രണ്ട് ആണെങ്കിൽ പറയും അവനെന്താ നിനക്ക് 36 മാർക്കേ തന്നിട്ടുള്ളൂ, ഞാനാണെങ്കിൽ നിനക്ക് ഫുൾ മാർക്ക് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ പുകഴ്ത്തി പറയുന്നുണ്ടാവും. അതേ ടൈം അവളാണെങ്കിൽ അവനെ കുറ്റപ്പെടുത്താണ്ട് അവന്റെ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഒരിക്കൽ അവനാണെങ്കിൽ ഇവിടെ മാത്സിൽ ഹെൽപ്പ് ചെയ്തത് അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് അവന്റെ നല്ല കാര്യങ്ങൾ പറയും. ഇതേ ടൈം ഫ്രണ്ട് ആണെങ്കിൽ പറയും അവൻ നിനക്കാകെ 36 മാർക്കേ തന്നിട്ടുള്ളൂ, എന്നിട്ട് നീ ഇങ്ങനെ അവനെ കൂടെ നല്ല കാര്യങ്ങളാ പറയുന്നതെന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും 36 മാർക്കാണെങ്കിലും എന്നുമായൊരു മാർക്ക് കൂട്ടാനുള്ള ഒരു അവസരമില്ലേ, അതുകൊണ്ട് ഇനി ഞാൻ എങ്ങനെ അവളെ അപ്രോച്ച് ചെയ്യുക, നീ ഒരിക്കൽ നിന്റെ എക്സിന് മെസ്സേജ് അയച്ചിട്ട് സിറ്റുവേഷൻ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ചോദിക്കുമെന്ന് ചോദിക്കാം. പക്ഷേ ഫ്രണ്ട് ആണെങ്കിൽ കൊന്നിട്ടും വിടുന്നുണ്ടാവില്ല. ഇവളാണെങ്കിൽ നിന്റെ ഫോൺ താടാതെന്ന് പറഞ്ഞിട്ട് അവന്റെ പിന്നാലെ തന്നെ ഇതുപോലെ ഓടിപ്പിക്കുന്നത് നമ്മളെ ഗു ആണെങ്കിൽ പിന്നെയും കാണുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ഗുവിന്റെ ഹാർട്ട് ആണെങ്കിൽ ഓൾറെഡി പൊട്ടിയിട്ടുള്ളത്. ഇതും കൂടി കാണുന്ന ടൈം അവന്റെ ഹാർട്ട് ഫുള്ളായിട്ട് എന്താ പറയാ തകർന്നടിയുന്നുണ്ടാവും. അവനാണെങ്കിൽ നേരെ ആ ഒരു ഹാൻഡിനെയും വിളിച്ചിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കാനായിരിക്കും പോകുന്നുണ്ടാവുക. അവനാ ഒരു ദേഷ്യം തീരുന്നേ ഉണ്ടാവില്ല. അങ്ങനെ അവർ രണ്ടാളും അവിടെ ഇരിക്കുന്ന ടൈം ഹാൻ ആണെങ്കിൽ ചോദിക്കും നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്ന ടൈം ഗു ആണെങ്കിൽ പറയും എനിക്കിങ്ങനെ പൈസ ആണെങ്കിൽ കടായിട്ട് വേണം, എനിക്കൊരു ഐഡിയ കത്തിയിട്ടുണ്ട്, 10 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ചെയ്തൊരു ഐഡിയ ആണെന്ന് പറയേ. എന്നിട്ട് 10 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ആ ഒരു മത്സരം നടക്കുന്ന സ്ഥലമില്ലേ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരിക്കും എന്നല്ല ഇവരിത് കാണിക്കുന്നുണ്ടാവും. അന്നത്തെ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. എനിക്കാണെങ്കിൽ അവസാന നിമിഷം വരെ അവർ ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെങ്കിൽ അവസാന നിമിഷം അവരായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക.
ആ ഒരു കാര്യം നമ്മളെ ഹാൻ ആലോചിച്ചിട്ട് നമ്മളെ ഗുവിനോട് പറയും നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിക്കുക. ഗു ആണെങ്കിൽ പറയും നമുക്ക് ഉറപ്പായിട്ടൊരു വഴിയുണ്ട്, നമുക്ക് എന്തായാലും സക്സസ് ആകാൻ പറ്റുമെന്ന് പറയും. കാരണം നമ്മളെ ഗുവിൻ്റെ മൈൻഡിലേക്ക് എന്തോ ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും അവർക്ക്. ഇതേ ടൈമായിരിക്കും നമ്മളെ ഹാൻ ആണെങ്കിൽ പറയുന്നുണ്ടാവുക, നിനക്കൊരു കാര്യം അറിയാം, ഈ ഒരു ലോകത്ത് നിന്നെ രണ്ടൊരാൾക്കാർക്ക് മാത്രമേ വിശ്വാസമുള്ളൂ. ഒരാളെന്ന് വെച്ചാൽ ആ ഒരു കാക്കാണെങ്കിൽ നിന്റെ പ്രവൃത്തിയിലല്ല വിശ്വാസം, നിന്നെയാണ് വിശ്വാസം. പിന്നെ ഒരാൾ ഇതാ ഈ ഞാൻ തന്നെ, പിന്നെ ഒരാൾ നമ്മളെ ഒരു ഡേ പണിയില്ലേ അവളും. നമ്മൾ രണ്ടൊരാൾക്ക് മാത്രമേ നിന്നെ ഇഷ്ടമുള്ളൂ എന്നുള്ള, ഇഷ്ടമെന്നല്ല നിന്നെ വിശ്വാസമുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മളെ ഹാൻ ഇപ്പം നമ്മളെ ചെക്കനോട് പറയുന്നുണ്ട്. അവരെ സംസാരം കഴിഞ്ഞിട്ട് നമ്മളെ ഹാനും ഗൂം കൂടിയിട്ടാണെങ്കിൽ ബാറിൽ പോകുന്നുണ്ടാവും. ഒരിക്കൽ നമ്മളെ ഹാൻ ആണെങ്കിൽ ഒരു ആനിമേഷൻ പോലത്തെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്ത് നമ്മളെ ആൻറ്റീനെ പ്രപ്പോസ് ചെയ്യേണ്ടിയിട്ട്. അതായത് ആൻറ്റി നിനക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണെന്നാണ് പറയുന്നത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് നിന്റെ കൂടെ അവസാനം വരെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ആനിമേഷൻ ആയിരിക്കും. അപ്പൊ നമ്മളെ ഗു ആണെങ്കിൽ ചോദിക്കും, പെമ്പിള്ളേർക്ക് ഇതെല്ലാം ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുക. അതേ ടൈം ഹാൻ ആണെങ്കിൽ പറയും, പിന്നെ നീ എന്നാണ് വിചാരിച്ചത്, ഉറപ്പായിട്ട് ഇതെല്ലാം പെമ്പിള്ളേർക്ക് ഇഷ്ടപ്പെടും, ഇതെല്ലാം കണ്ട് പഠിച്ചോന്നൊന്നും പറയുന്നുണ്ടാവും. അങ്ങനെ പിറ്റേ ദിവസം ഹാനിന് ഒരു മീറ്റിംഗ് ഉണ്ടാവുമായിരിക്കുക, അതും ആൻറ്റി ആയിട്ടായിരിക്കും. അപ്പൊ ആൻറ്റി ആണെങ്കിൽ ആൻറ്റീൻ്റെ കൈമിലത്തെ USB ആ ഒരു കമ്പ്യൂട്ടറിൽ കുത്താൻ നിൽക്കുന്ന ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ ചോദിക്കും, ഇത് നിന്റെ പേഴ്സണൽ USB അല്ലേ, പിന്നെ നീ ഇത് കമ്പ്യൂട്ടറിൽ കുത്തുന്നതെന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും, ഇതെൻ്റെ പേഴ്സണൽ USB അല്ല, കമ്പനി USB ആണെന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ചെക്കൻ്റെ ഹാർട്ട് അടിക്കുന്നുണ്ടാവും. 2 നിമിഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്ന അവസ്ഥ. കാരണം എന്നാണ്, അവൻ ഇന്നലെ ഉണ്ടാക്കിയ ആനിമേഷനില്ലേ അതാണെങ്കിൽ അവൻ ഈ ഒരു USB-യിലായിരിക്കും കയറ്റി വെച്ചിട്ടുണ്ടാവുക. അതാണെങ്കിൽ എല്ലാവരും മുന്നൊന്നും ഓൺ ആക്കുന്നുണ്ടാവും. ഒരിക്കൽ നമ്മളെ പെണ്ണിനാണെങ്കിൽ ഹാൻഡിന് ഒറ്റ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവളാണെങ്കിൽ പറയൂ, എനിക്ക് ഇതിനെക്കുറിച്ച് എന്നാ സംഭവം എന്നറിയില്ല, ഞാൻ ഇത് കണ്ടുപിടിച്ചിട്ട് ബോസിൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ അവിടുന്ന് തപ്പിക്കുന്നുണ്ടാവും. എന്നിട്ട് അവളെ ആണെങ്കിൽ നമ്മളെ ബോസ് രഹസ്യമായിട്ട് വിളിച്ചിട്ട് എന്നാ സംഭവം ഒന്ന് ചോദിക്കുന്നുണ്ടാവും ഇവർക്ക്. എന്നിട്ടും അവളാണെങ്കിൽ ഒന്നും പറയുന്നുണ്ടാവില്ല. അപ്പൊ നമ്മളെ ഹാൻ എന്ന് വെച്ചാൽ ഇവരെ ബിസിനസ് പാർട്ട്ണർ ആണല്ലോ. ഈ ഒരു പാർട്ട്ണറെ മുന്നാണല്ലോ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളെ ഹാനിന് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ബോസ് ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ ചീത്ത പറയുന്നുണ്ടാവും. എന്നിട്ട് ബോസ് ആണെങ്കിൽ പറയും, നീ ഇങ്ങനെ ആ ഒരു ഹാൻഡ് എടുത്ത് പോയിട്ട് ഇപ്പം നടന്ന സംഭവങ്ങൾക്കൊക്കെ സോറി പറയണമെന്ന് പറയുന്നുണ്ടാവും. ഒരിക്കലും നമ്മളെ പെണ്ണിനെ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു കുരിപ്പിനെ കൊണ്ട് തന്നെയാണ് ഇത്ര കാര്യം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാര്യം ബോസിനോട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവളാണെങ്കിൽ ഒന്നും പറയുന്നുണ്ടാവില്ല. എന്നിട്ട് ബോസ് ആണെങ്കിൽ ആനിനെയും ആൻറ്റീനെയും വിളിച്ചിട്ട് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാൻ പറയുന്നുണ്ടാവും. കേൾക്കുമ്പോൾ നമ്മളെ ഹാനാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ടാവും. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഒരു റൂമിൽ നിൽക്കുന്ന ടീം ഹാൻ ആണെങ്കിൽ ഇവിടെ നടന്ന സംഭവങ്ങൾക്കൊക്കെ സോറി പറയുന്നുണ്ടാവും. അതേ ടീം നമ്മളെ ആൻറ്റി ആണെങ്കിൽ പറയും, നിനക്കാണെങ്കിൽ ആ ഒരു വീഡിയോയിൽ ചോദിച്ചതിന് ആൻസർ കിട്ടണ്ടേ, എനിക്കാണെങ്കിൽ നിന്നെ ഒട്ടും ഇഷ്ടമല്ല, പിന്നെ നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, അതുമാത്രമല്ല ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിനെ കൊണ്ട് ഞാൻ ഇപ്പോൾ തിങ്ക് ആക്കുന്നേ ഇല്ല എന്ന് പറയേ. അതേ ടീം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, നീ എന്ത് പറഞ്ഞാലും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയും. അവളാണെങ്കിൽ ചോദിക്കും, നീ എന്ത് കണ്ടിട്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്നത്, എന്നെക്കൂടെ നിനക്ക് ഒന്നും അറിയില്ല, എൻ്റെ വീക്ക്നെസ് എന്നാന്ന്, എൻ്റെ സ്ട്രെങ്ത് എന്നാണെന്ന് ഒന്നും നിനക്ക് അറിയില്ലല്ലോ, പിന്നെ നീ എങ്ങനെ എന്നെ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കുക. അതേ ടൈം അവനാണെങ്കിൽ ഇപ്പോഴും നിന്റെ പേഴ്സണാലിറ്റി എന്തായിക്കോട്ടെ, നിന്റെ പാസ്റ്റ് എന്തായിക്കോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, പക്ഷേ ഇപ്പോൾ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ ആൻറ്റീൻ്റെ മൈൻഡ് ഒന്ന് മാറുന്നുണ്ടാവും. പക്ഷേ ആൻറ്റി ആണെങ്കിൽ പറയും, എനിക്ക് എൻ്റെ ആൻസർ ക്ലിയർ ആണ്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കാര്യവും ക്ലിയർ ആണ്, അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും പറയാനില്ല എന്ന് പറയൂ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ ഹാൻഡിന് സങ്കടം ആവുന്നുണ്ടെങ്കിൽ കൂടി അവനൊന്നും തിരിച്ചു പറയുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മളെ ഹാൻഡ് ചെക്കൻ വെറുതെ ഒന്നും ഗിവ് അപ്പ് ചെയ്യൂലല്ലോ. അവനാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ കമ്പനിയിൽ തന്നെ പണിയെടുക്കുന്ന ഒരു ചെക്കനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇഷ്ടംമാതിരി ഫുഡ് വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മളെ ഹാൻഡിനല്ല ആൻറ്റീനെ കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ടാവും. അയാളാണെങ്കിൽ പറയും, നിനക്കൊരു കാര്യം അറിയാം, ഈ ഒരു ആൻറ്റീൻ്റെ പേര് ഈബേ എന്നല്ലേ നമുക്ക് ആൻറ്റി തന്നെ വിളിക്കാട്ടോ. ഈ ഒരു ആൻറ്റിക്കാണെങ്കിൽ ബോയ് ഫ്രണ്ട്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേങ്കിൽ 100 ദിവസത്തിൽ കൂടുതൽ അവളാണെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടിൻ്റെ കൂടി നിന്നിട്ടില്ല. അതെനിക്ക് തോന്നുന്നത് അവൾക്ക് കിട്ടിയൊരു ശാപാറ്റാണെന്ന് പറയുന്നുണ്ട് അവർക്ക്. ഇതെല്ലാം നമ്മളെ ഹാനിന് പുതിയൊരു അറിവായിരിക്കും. എൻ്റെ ഹാൻ ആണെങ്കിൽ ചോദിക്കും, അവൾക്ക് വേറെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ വീട്ടിൽ തന്നെ ലൈവ് സ്ട്രീമിങ് ചെയ്യലുണ്ടാവും. ആ ഒരു കാര്യം ഈ ഒരു കൊളീഗ് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഇതെല്ലാം നമ്മളെ ഹാനിന് പുതിയൊരു അറിവാണല്ലോ. അവനാണെങ്കിൽ പറയും, നിനക്ക് എത്ര ഫുഡാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിത്തരും, അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ നമ്മളെ പെണ്ണിനെ കൊണ്ടുള്ള അറിവെല്ലാം നീ എനിക്ക് കൊണ്ടുതരണമെന്ന് പറയുന്നുണ്ടാവും. പിന്നെ നമ്മൾ കാണുന്നത്
കാണുന്നത് നമ്മളെ ഡേ പെണ്ണാണെങ്കിൽ ലൈവിന് പോകുന്നതായിരിക്കും. ഈ ഒരു ലൈവ് ആണെങ്കിൽ സ്പെഷ്യൽ ലൈവ് ആണല്ലോ. കാരണം ആ ഒരു ക്യൂട്ട് മാങ് ആണെങ്കിൽ നമ്മളെ പെണ്ണിന് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. ആ ഒരു പണിഷ്മെന്റിനായിട്ട് അവളാണെങ്കിൽ ഒരു സാധനം നമ്മളെ പെണ്ണിന് അയച്ചിട്ടുണ്ടാവുമായിരിക്കും. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസാബി എന്ന് പറഞ്ഞൊരു സംഭവമായിരിക്കും. അതെന്താണെന്ന് എനിക്കും അറിയില്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഈ ഒരു വസാബി ആണെങ്കിൽ ഇവൾ തിന്ന് കാണിച്ചു കൊടുക്കണം. പക്ഷേ ഈ വസാബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറക്കാരനേ അല്ല, അതിങ്ങനെ തിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പൈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ആൻറ്റി ആണെങ്കിൽ എന്തോ ഒരു ട്രിക്ക് എടുത്തിട്ട് ആ ഒരു വസാബി ആണെങ്കിൽ മാറ്റിയിട്ടുണ്ടാവുമായിരിക്കും. നമ്മളെ മാങ് ആരാ മോള്, അവളാണെങ്കിൽ പറയും നീ ആണെങ്കിൽ ഈ ഒരു വസാബി തിന്നണം, പക്ഷെങ്കിൽ എനിക്ക് നിന്നെ അത്ര വിശ്വാസമില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു വസാബി മാറ്റാണ്ട്, അതായത് മാറിപ്പോകാണ്ട് നിൽക്കേണ്ടിയിട്ട് ഞാൻ അതിലൊരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്, നീ എൻ്റെ മുന്നിൽ തന്നെ ആ ഒരു സംഭവം എടുത്തിട്ട് തിന്നണം എന്ന് പറയേ. ഇവരാണെങ്കിൽ 2 ബോക്സ് വെച്ചിട്ടുണ്ടാവുമായിരിക്കും, ഒന്ന് നമ്മളെ പെണ്ണ് തന്നതും ഒന്ന് നമ്മളെ ആൻറ്റി ട്രിക്കാക്കി വെച്ചതും. പക്ഷെങ്കിൽ ഈ ഒരു മാങ് ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ട് നമ്മളെ പെണ്ണാണെങ്കിൽ മാങ് തന്ന ആ ഒരു സാധനം തന്നെ എടുത്തിട്ട് ഇതുപോലെ കാണിക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം മാങ് ആണെങ്കിൽ പറയും ഇതിങ്ങനെ വെറുതെ തിന്നൽ മാത്രമല്ല, തിന്ന് കഴിഞ്ഞിട്ട് നീ പാടണമെന്നും പറയും. നമ്മളെ പെണ്ണിന് വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ട് അവളത് തിന്നുമ്പോൾ തന്നെ അവർക്ക് ഇങ്ങനെ ചുമയെല്ലാം വരുന്നുണ്ടാവുമായിരിക്കും. ഇത് നമ്മളെ ആൻറ്റിയും സൈഡിൽ നിന്ന് കാണുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ പാട്ട് പാടാൻ തുടങ്ങും. പാട്ട് കഴിയുന്ന ടൈം മാങ് ആണെങ്കിൽ നീ ഇങ്ങനെ അടിപൊളിയാന്ന്, എൻ്റെ ഫാൻസ് എല്ലാം ഇങ്ങനെ നമ്മളെ ഡേ നീ ഫോളോ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മളെ ഡേ ആണെങ്കിൽ നിർത്താൻ സമ്മതിക്കുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ പറയും ഇപ്പം നീ എനിക്ക് തന്ന പണിഷ്മെൻ്റാണ് ഞാൻ എടുക്കുന്നത്, ഇനി ഞാൻ തന്നെ എനിക്കൊരു പണിഷ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവസാനത്തെ മത്സരത്തിലാണെങ്കിൽ ഇവൾ നല്ല രീതിയിൽ മത്സരിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അത് ഇവളെ കുഴപ്പം കൊണ്ടോ വെന്തോ വാട്ട് എവർ ഇറ്റ് ഈസ്. അതുകൊണ്ട് നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഒരു മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാളും 100% കൊടുക്കണം. അത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രേക്ഷകരില്ലേ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ്. ആ ഒരു സംഭവം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് തിന്നുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെയും 2 വട്ടം തിന്നുവേ. നമ്മളെ പെണ്ണിനാണെങ്കിൽ എരിഞ്ഞ് കണ്ണുന്നു മൂക്കുന്നു എല്ലാം വെള്ളം വരുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ലൈവ് അവള് കംപ്ലീറ്റ് ആക്കുന്നുണ്ടാവുക. ഇവളിങ്ങനെ തിന്നുന്ന കാണുമ്പോൾ നമ്മളെ ആൻറ്റിക്കായിരിക്കും ചൂടെടുക്കുന്നുണ്ടാവുക. ലൈവ് കഴിയുന്ന ടൈം നമ്മളെ പെണ്ണിന് ആ ഒരു ജോബിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് കണ്ടിട്ട് നമ്മളെ ആൻറ്റിക്ക് തന്നെ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ടാവുമായിരിക്കും. ആൻറ്റി ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ ഹഗ് ചെയ്യുന്ന അതേ ടൈം ആയിരിക്കും നമ്മളെ ഫ്രണ്ട് ആണെങ്കിൽ അവളെ കോൾ ചെയ്യുന്നുണ്ടാവുക. എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ പറയും നിൻ്റെ ലൈവ് ആണെങ്കിൽ ഒരു രക്ഷയില്ല, എനിക്ക് നിൻ്റെ അടുത്ത് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാണെങ്കിൽ ഗുഡ് ന്യൂസും രണ്ടാമത്തതാണെങ്കിൽ ബാഡ് ന്യൂസാണ്. നിനക്ക് എന്നാ ഫസ്റ്റ് കേൾക്കേണ്ടതെന്ന് ചോദിക്കുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. അവൻ എന്നായിരിക്കും പറയാനുണ്ടാവുക? ഈ ഒരു സന്തോഷത്തിൽ എന്നല്ല, അവൾക്ക് അവളോട് തന്നെ ഒരു അഭിമാനം തോന്നി നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളെ ഫ്രണ്ടിനെ എന്തെങ്കിലും സങ്കടമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടാവുക, ഒന്നും നമുക്ക് അറിയില്ല. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം എല്ലാവർക്കും ബൈ.